ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പാനൽ ഡിസൈൻ ആയിട്ടുള്ള ഒരു അനാർക്കലിയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ ഒരു പഴയൊരു സാരിയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇതിനു വേണ്ടി ഒരു 3.5 മീറ്റർ ലൈനിന് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ടോപ്പ് പാർട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. പിന്നെ അതുപോലെ മെഷർമെൻറ്റ്സും കാര്യങ്ങളും ഞാനിവിടെ കറക്റ്റായിട്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ലൈനിന് ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്തിടാം. അതിനുശേഷം ടോപ്പിലായിട്ട് നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യണം. അപ്പോൾ ഷോൾഡർ ഇവിടെ 6.5 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്തേക്കുന്നത്. ഇനി അതിൻ്റെ താഴെയായിട്ട് ഒരു 1/2 ഇഞ്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് വിടണം. അതവിടെ ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതെടുക്കുന്നത്. ഇനി അതിൻ്റെ താഴെയായിട്ട് ആം ഹോളിൻ്റെ ലെങ്ത്താണ് മാർക്ക് ചെയ്യേണ്ടത്. ഇവിടെ 5.8 ഇഞ്ചാണ് വരുന്നത്. ഇനി അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. അതുപോലെ അതിൻ്റെ ആ ഒരു പോയിന്റിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിലോട്ടും ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കണം. ഇനി അവിടെയായിട്ട് ചെസ്റ്റിൻ്റെ വിഡ്ത്താണ് ഇനി മാർക്ക് ചെയ്യേണ്ടത്. 8.6 ഇഞ്ചാണ് ചെസ്റ്റിൻ്റെ വിഡ്ത്ത് വരുന്നത്. ഇനി അതിൻ്റെ കൂടെ 1.3 ഇഞ്ച് നമ്മളൊരു ലൂസിന് വേണ്ടി മാർക്ക് ചെയ്യണം. ഇനി ആ ഒരു ഭാഗത്ത് നമ്മൾ അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് അവിടെ ഒരു കർവ് പോലെ വരച്ചു കൊടുക്കണം. ഇനി ടോപ്പ് പാർട്ടിൻ്റെ ലെങ്ത് ആണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 8.5 ഇഞ്ചാണ് ലെങ്തായിട്ട് മാർക്ക് ചെയ്യുന്നത്. അത് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരച്ചു കൊടുക്കണം. അതുപോലെ ഞാനിപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു ടോപ്പ് പാർട്ടിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ആ ഒരു ബ്രസ്റ്റിൻ്റെ ആ ഒരു ഭാഗമായതുകൊണ്ട് അവിടെ ബ്രസ്റ്റിൻ്റെ വിഡ്ത്താണ് ഞാൻ മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ 8.6 ഇഞ്ചാണ് വരുന്നത്. അതുപോലെ അതിൻ്റെ കൂടെ 1.3 ഇഞ്ച് ലൂസും കൂടി ആഡ് ചെയ്ത് ആ ഒരു ചെസ്റ്റിൻ്റെ ആ ഒരു ഭാഗവും ബ്രസ്റ്റിൻ്റെ ആ ഒരു ഭാഗവും നമ്മൾ ജോയിൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഇതുപോലെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ലൈനിങ്ങിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഫ്രണ്ട് പാർട്ടിൽ മാത്രമായിട്ട് ആം ഹോളിൻ്റെ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് കൈ കുഴിച്ചു കൊടുക്കണം. അപ്പോൾ ആ ഭാഗത്തായി ഒരു 1/2 ഇഞ്ച് വിട്ട് മാർക്ക് ചെയ്ത് നമ്മൾ കട്ട് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. കട്ട് ചെയ്ത ശേഷം ഇനി ഇത് നമുക്ക് നല്ലൊരു ഫേബ്രിക്കിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ച ആ ഒരു ലൈനിങ്ങിൻ്റെ ആ ഒരു പീസ് ഇതുപോലെ നല്ല ഫേബ്രിക്കിൽ വെച്ച് അതിൻ്റെ ആ ഒരു സൈസിൽ തന്നെ നമ്മൾ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അടുത്തതായിട്ട് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടിൻ്റെയും ലൈനിനും നല്ല ഫേബ്രിക്കും തമ്മിൽ അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അറ്റാച്ച് ചെയ്ത ശേഷം ഇനി ഫ്രണ്ട് നെക്ക് ക്യാൻവാസിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം ക്യാൻവാസ് ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് വെക്കാം. ആദ്യമായിട്ട് നെക്കിൻ്റെ വിഡ്ത്താണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 4 ഇഞ്ചാണ് വരുന്നത്. ഇനി നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യണം. 3.5 ഇഞ്ചാണ് വേണ്ടത്. ഇനി അതുപോലെ ടോട്ടൽ നെക്കിൻ്റെ ലെങ്ത്ത് ഇവിടെ വേണ്ടത് 6 ഇഞ്ചാണ്. മാർക്ക് ചെയ്ത ശേഷം അവിടെ ഒരു കർവായിട്ട് ആ ഒരു ഭാഗം വരച്ചു കൊടുക്കണം. കർവ് വരച്ച ശേഷം താഴെയുള്ള ആ ഒരു 2.5 ഇഞ്ചിൽ അവിടെ അതിൻ്റെ ആ ഒരു സൈസിലായിട്ട് ചെറിയൊരു ഓവൽ ഷേപ്പ് അവിടെ വരച്ചു കൊടുക്കണം.
മാർക്ക് ചെയ്ത ശേഷം അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഒരു 1/4 ഇഞ്ച് വിട്ട് വീണ്ടും അതേ ഷേപ്പിലായിട്ട് മാർക്ക് ചെയ്ത് വരച്ച് അത് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമുക്കിവിടെ നെറ്റ് ഡിസൈൻ കിട്ടുന്നത്. ഇനി വേറൊരു സെപ്പറേറ്റ് ലൈനിങ് പീസ് എടുത്ത് അതിൽ ഈ ഒരു ക്യാൻവാസ് വെച്ച് ഫസ്റ്റ് അയൺ ചെയ്തെടുക്കണം. അപ്പോൾ അയൺ ചെയ്ത ശേഷം ഇനി അതിൻ്റെ സൈഡ് ഭാഗം ഇതുപോലെ ഒരു 1/2 ഇഞ്ച് വിട്ട് കട്ട് ചെയ്ത് നമ്മൾ അത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്ത ശേഷം ഇനി ഇത് നല്ല ഫാബ്രിക്കിൽ അതിൻ്റെ നല്ല വശത്തായിട്ട് ഇതുപോലെ വെച്ച് ആ ഒരു ക്യാൻവാസിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി ആ ക്യാൻവാസിൻ്റെ സൈഡിൽ ഒരു 1/2 ഇഞ്ച് വിട്ട് അതിൻ്റെ ആ ഒരു സെൻറ്റർ പോർഷനും അതുപോലെ ആ ഒരു ഓവൽ ഷേപ്പിൻ്റെ അതിൻ്റെ ആ സെൻറ്റർ പോർഷനും കട്ട് ചെയ്ത് കളയണം. കട്ട് ചെയ്ത ശേഷം അത് നല്ല വശത്തോട്ടായിട്ട് മറച്ചിട്ട് അതിൻ്റെ മേലെ കൂടെ വീണ്ടും അത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്ക് നെക്കാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ബാക്ക് നെക്കിന് ക്യാൻവാസ് യൂസ് ചെയ്യാത്തതുകൊണ്ട് ബാക്ക് പാർട്ട് ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് ഫസ്റ്റ് നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യണം. 3.7 ഇഞ്ചാണ് വരുന്നത്. ഇനി നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യണം. ഇവിടെ 4 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. മാർക്ക് ചെയ്ത ശേഷം അവിടെ ഇതുപോലെ ഒരു കർവ് വരച്ചു കൊടുക്കണം. അപ്പോൾ ബാക്കിൽ റൗണ്ട് നെക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ റൗണ്ട് ഷേപ്പിലാണ് അത് കട്ട് ചെയ്ത് എടുക്കാൻ പോകുന്നത്. കട്ട് ചെയ്ത ശേഷം ഇനി അതിൻ്റെ നല്ല വശത്തായിട്ട് അതിൻ്റെ ഷേപ്പിലായിട്ട് നമ്മളൊരു റൗണ്ടിൻ്റെ ഒരു പീസ് ഓൾറെഡി ലൈനിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതിൻ്റെ മേലെ വെച്ച് ഒരു 1/2 ഇഞ്ച് ഒരു 1/4 ഇഞ്ച് വിട്ട് നമ്മൾ ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ലൈനിങ് പീസ് അത് ഇപ്പുറത്തോട്ടായിട്ട് മറച്ച് വെച്ച് അതിൻ്റെ സൈഡിൽ കൂടെ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കണം.
അടുത്തതായിട്ട് ഇനി ഷോൾഡർ ആണ് ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ബാക്ക് പാർട്ടും അതുപോലെ ഫ്രണ്ട് പാർട്ടിൻ്റെയും നല്ല വശവും ചേർത്ത് വെച്ച് അതിൻ്റെ ഷോൾഡർ ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്ക് പാർട്ടിൻ്റെ ആ ഒരു ലൈനിങ് പീസും ഫ്രണ്ട് പാർട്ടിൻ്റെ ആ ഒരു ഷോൾഡറിൻ്റെ ആ ഭാഗത്തോട്ട് ഇപ്പുറത്തോട്ടായിട്ട് അത് മറച്ച് വെച്ച് അവിടെ ഒരു 1/2 ഇഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അടുത്തതായിട്ട് ഇനി സ്ലീവ് ടട്ടിനാണ് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടി ലൈനിന് ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് വെക്കുക. അപ്പോൾ ആദ്യം തന്നെ സ്ലീവിൻ്റെ ലൂസ് നമ്മൾ നേരെയായിട്ട് മെഷർ ചെയ്ത് വെക്കണം. അപ്പോൾ ഇവിടെ 5.7 ഇഞ്ചാണ് വരുന്നത്. അതുപോലെ കോർണറിലോട്ട് നമ്മൾ ആം ഓളാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 7.4 ഇഞ്ചാണ് ആം ഓള് വരുന്നത്. അപ്പോൾ സ്ലീവ് ലൂസും ആം ഓളും ഇതുപോലെ കറക്റ്റ് മെഷർമെൻറ്റ് വരുന്ന രീതിയിൽ നമ്മൾ ആ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി അവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് ലൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 7.4 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിൽ നിന്ന് ആ ഒരു ലൈനിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യാം. അതുപോലെ ടോപ്പിലോട്ടായിട്ടും നമ്മൾ അതിൻ്റെ ഒരു സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം. സെൻറ്റർ മാർക്ക് ചെയ്ത ശേഷം ടോപ്പിലോട്ടായിട്ട് അവിടെ നിന്ന് ആ ഒരു പോയിന്റിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് ടോപ്പിലോട്ടായിട്ട് മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്ത ശേഷം ടോപ്പിൽ നിന്നുള്ള ആ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ താഴോട്ടായിട്ട് ഒരു കർവ് പോലെ വരച്ചു കൊടുക്കണം. അടുത്തതായിട്ട് ഇനി താഴെ സ്ലീവിൻ്റെ ബോട്ടം ലെങ്ത് ആണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിവിടെ 6 ഇഞ്ചാണ് വരുന്നത്. അത് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു സ്ലോപ്പ് പോലെ നമ്മൾ ചെരിച്ച് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ലൈനിങ്ങിലാണ് സ്ലീവ് കട്ട് ചെയ്തെടുത്തത്. ഇനി നമുക്കിത് നല്ല ഫേബ്രിക്കിൽ ഇത് നമ്മൾ ആ ഒരു കട്ട് ചെയ്ത ആ ഒരു ലൈനിങ് പീസ് കറക്റ്റ് പൊസിഷനിൽ വെച്ച് നല്ല ഫേബ്രിക്കിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ സ്ലീവ് നമ്മൾ നല്ല ഫേബ്രിക്കിൽ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി സ്ലീവിൻ്റെ ലൈനിങ് പീസ് ഇതുമായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കണം. അറ്റാച്ച് ചെയ്ത ശേഷം സ്ലീവിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ച് ആ ഒരു ആം ഹോളിൻ്റെ ആ ഒരു ഭാഗം നമുക്ക് കുഴിച്ച് വെട്ടണം. അപ്പോൾ അവിടെ ഒരു 1/2 ഇഞ്ച് വിട്ട് ഇതുപോലെ വരച്ചു കൊടുത്ത് ആ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയണം. അടുത്തതായിട്ട് ഇനി ചെയ്യുന്നത് ടോപ്പ് പാർട്ടും സ്ലീവ് പോർഷനും തമ്മിൽ ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ആ ഒരു പോർഷനിൽ നമ്മൾ ആ ഒരു ആം ഹോളിൻ്റെ പോർഷനിൽ കറക്റ്റായിട്ട് വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അടുത്തതായിട്ട് ഇനി ബോട്ടം പാർട്ടാണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി
നല്ല ഫാബ്രിക് ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്തിടാം. അപ്പോൾ ഇവിടെ വിഡ്ത്ത് വരുന്നത് 22 ഇഞ്ചാണ് വരുന്നത്. അതിനുശേഷം അത് വീണ്ടും ഒരു വട്ടം കൂടി നമ്മൾ ഫോൾഡ് ചെയ്യുന്നുണ്ട്. വീണ്ടും ഒരു വട്ടം കൂടി നമ്മൾ അഗെയിൻ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ വിഡ്ത്ത് വരുന്നത് 5.5 ഇഞ്ചാണ് വരുന്നത്. ഇനി നമ്മൾ അതിൻ്റെ ടോപ്പ് പാർട്ടിലായിട്ട് നമ്മളൊരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതുപോലെ ബോട്ടം പാർട്ടിൽ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ നിന്നായിട്ടും 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ജോയിൻ ചെയ്ത ആ ഒരു ഭാഗം കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ 8 പീസസ് ആണ് നമ്മുടെ ടോട്ടലായിട്ട് കിട്ടാം. അപ്പോൾ ഫ്രണ്ട് പാർട്ടിലോട്ട് 4 പീസസും അതുപോലെ ബാക്ക് പാർട്ടിലോട്ടായിട്ട് 4 പീസസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് ഈ നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ച ഈ പീസസ് അതിൻ്റെ സൈഡ് പോർഷൻ നമ്മൾ സൈഡ് ഭാഗം ഇങ്ങനെ അതിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് ഈ സാരിയുടെ കസവിൻ്റെ ഭാഗം വെച്ചിട്ട് ഞാൻ കുറച്ച് റോപ്പുകൾ ആ ഒരു ഡിസൈനിൽ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ആ ഒരു റോപ്പുകൾ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്തായിട്ട് ആ ഒരു പോർഷനിലായിട്ട് നമ്മൾ ഇതുപോലെ ഒരു ഡിസൈനായി വെച്ച് വീണ്ടും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതൊരു ഡിസൈനായിട്ട് നമുക്ക് കിട്ടും. ഇനി അടുത്തത് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ലൈനിന് കട്ട് ചെയ്തെടുക്കണം, ബോട്ടം പാർട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ലൈനിന് ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്തിടാം. അതിനുശേഷം ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ബോട്ടം പാർട്ട് ഈ ഒരു ലൈനിൻ്റെ പീസിൻ്റെ മേലെ വെച്ച് അതേപോലെ തന്നെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. ഇനി ലൈനിങ് പീസ് നല്ല ഫാബ്രിക്കായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കണം. ആ ഒരു ടോപ്പ് പോർഷൻ മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ ടോപ്പ് പാർട്ടും ബോട്ടം പാർട്ടും തമ്മിൽ ജോയിൻ ചെയ്തെടുക്കണം. അപ്പം അതിന് വേണ്ടി ഇതുപോലെ അതിൻ്റെ രണ്ട് വശത്തായിട്ട് ബോട്ടം പാർട്ട് വെച്ച് അത് ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പം അതിന് നല്ല വശവും ചേർത്ത് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അതിനുശേഷം നമുക്കത് മറച്ച് വയ്ക്കുമ്പോൾ അത് ടേൺ ഔട്ട് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് വരിക. അതിൻ്റെ സൈഡ് ആണ് ഇനി ജോയിൻ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ സ്ലീവിൻ്റെ ആ പോർഷൻ തൊട്ട് അതുപോലെ താഴോട്ടായിട്ട് നമ്മൾ സൈഡ് പോർഷൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഫൈനലി ഇനി താഴെ ഭാഗത്തായിട്ട് ഈ സാരിയുടെ കസവിൻ്റെ ഭാഗം ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിരുന്നു. അപ്പം അത് താഴെയായിട്ട് ജോയിൻ ചെയ്ത് അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അത് കഴിയുമ്പോൾ നമുക്ക് നല്ല പാനൽ ഡിസൈൻ ആയിട്ടുള്ള ഒരു അനാർക്കലി കുർത്തിയാണ് നമുക്ക് കിട്ടുക.
അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണിത്. അപ്പോൾ ഓണത്തിനൊക്കെ ഇടാൻ പറ്റിയൊരു ഡിസൈനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.